നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പറയുന്ന കഥകളിൽ ഒരുപാട് ചിന്തിക്കാനുണ്ടാവാം, എൻജോയ് ചെയ്യാനുണ്ടാവാം, ചിലപ്പോൾ ചില വൃത്തികേടുണ്ടാവാം, എന്തൊക്കെ പലതൊക്കെ ഉണ്ടാവാം. നമ്മൾ ചിലപ്പോൾ ഓപ്പണായിട്ട് സംസാരിക്കുന്ന കാരണം അതൊക്കെ ഇഷ്ടമുള്ളവർ മാത്രം നമ്മളെ വീഡിയോ കാണുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക. ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീട്ടുകാരില്ലേ, കുടുംബക്കാരില്ലേ, മക്കളില്ലേ, തന്തയില്ലേ, തള്ളയില്ലേ എന്നൊക്കെ ചോദിക്കുന്നതിൽ വളരെ മോശമാണ്. നമ്മളെല്ലാവരും സ്ത്രീകളുടെ ഈ ഗുഹയിൽ നിന്ന് വന്നവരാണ്, അല്ലാത്തവരാരും ഇവിടെ ഇല്ല. ടെസ്റ്റ് ഉപയോഗിച്ചോളൊന്നും അല്ലല്ലോ കുറേ ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് പറയണം. അപ്പോൾ എന്തായാലും നമുക്ക് വിഷയത്തിൽ കിടക്കാം. എന്താണെന്ന് വെച്ചാൽ ഇതിലും അമ്മാതിരി കുറേ സംഭവങ്ങളുണ്ട്, അതുകൊണ്ടാണ് മുൻകൂട്ടി പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു ഭാര്യയും ഭർത്താവും കൂടി വാടകയ്ക്ക് താമസിക്കാൻ വരികയാണ്. ഈ അപ്പാർട്ട്മെൻറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്കൽ അപ്പാർട്ട്മെൻറ്റാണ്. കാരണം എന്ന് വെച്ചാൽ ചെമരൊക്കെ വെച്ച് നോക്കുന്നത് പലയടിച്ചിട്ടാണ് ചെമരൊക്കെ ഉണ്ടാക്കി പോകുന്നത്, സെപ്പറേറ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അപ്പുറത്തെ വേറെ ആൾക്കാർ, ഇപ്പുറത്ത് വേറെ ഫാമിലി, അങ്ങനെയാണ് ഇത് വീട്. അതുപോലെ തന്നെ കോമൺ ബാത്റൂം, കോമൺ അടുക്കള പോലും കോമണാണ്. അതിൻ്റെ ഉള്ളിലൊന്നും ഭക്ഷണം വയ്ക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഒക്കെ സൗകര്യത്തിനനുസരിച്ച് പുറത്ത് ഇതുപോലെ തന്നെ കോമൺ ബാത്റൂം പോലെ വലിയൊരു ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നമുക്ക് ഓരോ വീട്ടുകാർക്കും ഭക്ഷണങ്ങൾ വയ്ക്കാം. അപ്പോൾ അതിന് പൈസ കുറവാണ്, വാടക കുറവാണ്. അങ്ങനെയുള്ള സൗകര്യങ്ങൾ മാത്രമുള്ള സ്ഥലത്തേക്കാണ് ഈ ഒരു ഫാമിലി വരുന്നത്. ഫാമിലി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുന്ദരിയായൊരു പെണ്ണ്. അപ്പോൾ അവളെ പറ്റി പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു കഥയുണ്ട്. ഈ സുന്ദരിയുടെ ഭർത്താവ് ഒരു ഗുണ്ടയാണ്. ഈ ഗുണ്ടകൾക്ക് ഒരു സ്ഥലത്ത് മാത്രം സ്ഥിരമായിട്ട് താമസിക്കാൻ പറ്റില്ല. അവർക്കൊരു പ്രശ്നങ്ങളും കേസുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർ വേറെ സ്ഥലം തേടി പോകും. അപ്പോൾ ആ അഡ്രസ്സിൽ പോലീസ് വന്നാൽ അവരെ കിട്ടില്ല. അങ്ങനെ അഡ്രസ്സ് ഇല്ലാത്ത ആൾക്കാരാണ് ഈ ഗുണ്ടകൾ. അവർ ചിലപ്പോൾ ചെറ്റപ്പുരയിൽ താമസിക്കും, ഇങ്ങനെയുള്ള ഫ്ലാറ്റിൽ വന്ന് താമസിക്കും. ഇവളെ കല്യാണം കഴിച്ച തന്നെ ഇവൻ ഗുണ്ടയായ കാരണം അവനെ സ്നേഹിച്ച് ഗുണ്ടേനെ ഇഷ്ടപ്പെടുന്ന പെണ്ണായിരുന്നു ഇവള്. ഇവളുടെ ഇടിയും കുത്തും ചവിട്ടും വെടിവെപ്പും ഇതൊക്കെ കണ്ടിട്ട് ഇവനെ ആരാധിച്ചുകൊണ്ട് ഇവനെ സ്നേഹിച്ച് ഇവനെ കല്യാണം കഴിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുണ്ട്. സ്നേഹമല്ലല്ലോ ജീവിതം എന്ന് പറഞ്ഞ പോലെ ജീവിച്ചു തുടങ്ങിയപ്പോൾ ഇവൻ്റെ പ്രവർത്തികളൊന്നും അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഫ്ലാറ്റ് വന്ന് താമസാക്കി. ഈ ഫ്ലാറ്റിൻ്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനാ വെച്ചിട്ടുണ്ടെങ്കിൽ കോളേജിൽ പഠിക്കുന്നവനാണ്. അവൻ ആ പഠിക്കാൻ വേണ്ടി ഈ ഫ്ലാറ്റ് എടുത്തിരിക്കുന്നു. അപ്പോൾ ആ ഫ്ലാറ്റിലാണ് ഇവൻ താമസിക്കുന്നത്. അപ്പോൾ ഇവരെ സാധനങ്ങൾ കയറ്റുന്നതും കാര്യങ്ങളും കൊണ്ട് ഇറക്കണതൊക്കെ ഈ പെണ്ണിന് ഇവൻ കണ്ടപ്പോൾ തന്നെ ഇതുവരെ ഇവൻ കോളേജിൽ പഠിക്കുന്ന അവിടെ പോലും ഇത്രയും വലിയൊരു സുന്ദരീനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇവളെ ഒരുപാട് ഇഷ്ടമായി ഇവന്. ഇവനിൽ നോക്കി, ഇവൻ ഇവളിൽ നോക്കി. രണ്ടുപേർക്കും കണ്ണുകളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയൊരു തേരോട്ടൊക്കെ നടത്തി രണ്ടുപേർക്കും ഇഷ്ടമായ പോലെ തോന്നി. അത് കഴിഞ്ഞപ്പോൾ കോളേജിൽ പോയിട്ട് അവനോടൊരു പ്രേമൊക്കെ ഉണ്ട്. പക്ഷെ അന്നത്തെ ദിവസം അവൻ ആ പ്രേമുള്ള പെണ്ണിനോട് പോലും സംസാരിക്കാൻ തോന്നിയില്ല. അവളോടൊന്നും ഒരു ആകർഷണം തോന്നിയില്ല. അവളൊന്ന് സിനിമയ്ക്ക് വിളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇവനൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇവൻ്റെ മനസ്സിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ആ വാടകയ്ക്ക് വന്ന പെണ്ണിൻ്റെ കാര്യം. അങ്ങനെ ഇവൻ കോളേജ് വിട്ടു, തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ എന്താ ആദ്യം ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പലയുണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പലയുടെ അപ്പുറത്ത് അവരെ ഫാമിലിയാണ്. ഇവൻ ഈ പലയിൽ ചെറിയ ഓട്ട ഉണ്ടാക്കി അവനറിയാം അപ്പുറത്തെ അവരെ ബെഡ്റൂമിലേക്ക് ചെല്ലണതെന്ന്. പക്ഷേ ബെഡ്റൂമിൽ അവിടെ സെപ്പറേറ്റ് വിരിച്ചിട്ടോ ഓരോ റൂമുകൾ തിരിച്ചിട്ടൊന്നുമില്ല. ആ ഓട്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ ആ റൂമിലും അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവന് കാണാം. ആ നിലയ്ക്ക് ഒരു ഓട്ട ഉണ്ടാക്കി. എന്നിട്ട് ഇവൻ എന്താണെന്ന് വെച്ചാൽ ആ ഓട്ടയെ കൂടെ നോക്കിയിരിക്കുക, ഇവളെന്താ കാണാനായിട്ട്. ഒരു സ്ത്രീനെ കാണാനായിട്ട് നമുക്ക് പുറത്ത് നോക്കി കഴിഞ്ഞാൽ 1 നോക്കാനോ 2 നോക്കാനോ 3 നോക്കാനോ പറ്റില്ല. അത് പിന്നെ പറ്റില്ലല്ലോ. ഇവനാച്ചനെ ഈ ഓട്ടയെ കൂടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നടക്കണത്, ഇരിക്കണത്, ഇവിടെ അങ്ങോട്ട് നടക്കണത്, ഇങ്ങോട്ട് നടക്കണത്, ഭക്ഷണം വയ്ക്കുന്നത്, ഇതെല്ലാം അവന് കാണാം. അപ്പോൾ അവന് വലിയ സന്തോഷമായി. അപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ രാത്രി ഇതുപോലെ തന്നെ ഭർത്താവ് വന്നിട്ടില്ല. ഒരു 9 മണി 10 മണി ആയി. അപ്പോൾ കുറേ നേരം കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവള് ലാപ്ടോപ്പ് തുറന്ന് ലാപ്ടോപ്പ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ ഈ ലാപ്ടോപ്പിൽ എന്താ കാണുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ വീഡിയോ കാണുന്നത്, പല പിറ്റ് സീനുകളാണ് ഇവൾ കാണുന്നത്. അത് കാണുക മാത്രമല്ല, ഇവളപ്പം തന്നെ കൈ യോനിയുടെ ഇവള് സ്വയംഭോഗം ചെയ്യുക. അങ്ങനെ ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യം ഇവൾ സ്വയംഭോഗം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവൾ ചെന്ന് കിടക്കുന്നത്. ഇത് കണ്ടപ്പോൾ അവന് ഭയങ്കര അതിശയായി. അതുപോലെ അത് കാഴ്ചകൾ കണ്ടിട്ടില്ല. അങ്ങനെ അവൾ കിടന്ന് ഉറങ്ങുമ്പോഴും ഇവൻ ഈ ഓട്ടയെ കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 1-1:30 ആയി കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കണ ശബ്ദം. എന്താ വെച്ചാൽ വാതിൽ അടയ്ക്കുന്നില്ല, പൂട്ടണില്ല. എന്ന് വെച്ചാൽ ഭർത്താവ് എപ്പോഴാണ് വരാമെന്ന് പറയാൻ പറ്റില്ല. ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വരണത് നീ നോക്കണ്ട, നീ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിക്കോ, വാതിൽ ഞാൻ തുറന്ന് കടന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭർത്താവ് വന്നിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവ്
ഈ ഭക്ഷണം കഴിച്ചു. അതിനെ പുറത്ത് പോയി അയാൾ ബാത്റൂമിൽ കുളിച്ചു. അത് കഴിഞ്ഞ് വന്നിട്ട് ഇയാൾ പിള്ളേരുത്ത് വന്നു. പിള്ളേരുത്തപ്പോൾ നല്ല കൂർക്കം വലിച്ച് ഉറക്കാണ്. കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുന്ന ഭാര്യയുടെ അടുത്തേക്ക് ഇയാൾ ചെല്ലണം. ഇയാൾ കൊണ്ടുപോയാണ്. ഇയാൾ ചെന്നിട്ട് എന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ ഡ്രസ്സൊക്കെ ഊരണം. ഡ്രസ്സ് ഊറുമ്പോഴും ഭാര്യ കണ്ടു തുറന്നിട്ടില്ല. അങ്ങനെ ഡ്രസ്സൊക്കെ ഊരി കഴിഞ്ഞ് അവളെ കാലകത്തി വെച്ചിട്ട് ഇയാൾ പരിപാടി തുടങ്ങണം. അങ്ങനെ ഇയാൾ പരിപാടി ചെയ്ത് അയാളുടെ സാധനം പോയി കഴിഞ്ഞപ്പോൾ അപ്പോഴും ഇവൾക്കൊരു അനക്കമില്ല, ഒന്നുമില്ല. ഇവൾ ഉറങ്ങിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഒന്നും നോക്കുക പോലും ചെയ്യുന്നില്ല. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞോടെ അയാൾ അവിടെ കിടന്നുറങ്ങി. ഇവനാച്ചാലോ നേരം വെളുക്കുന്നവരെ അവിടെ നോക്കിയിരുന്നു. നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ഇവന് ഇതൊക്കെ ഭയങ്കര അത്ഭുതമായി. അങ്ങനെ 2 ദിവസം 3 ദിവസം ഇതന്നെ പരിപാടി നോക്കും. ഇതുപോലെ തന്നെ രാത്രിയാകുമ്പോൾ ഇയാൾ വരും. ഇയാൾ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വരും. അപ്പോൾ ഇവളാച്ച് കിടന്നുറങ്ങിയിട്ടുണ്ടാവും. ഇവളതുപോലെ തന്നെ പരിപാടി ചെയ്യും. അപ്പോൾ ഇവനൊരു ഒരു ബുദ്ധി തോന്നി. ഈ റൂമിൽ ഈ സമയത്ത് അയാൾ വരുന്നതിന് മുമ്പ് ഇവനൊന്ന് പോയി പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ അവൾ അറിയില്ലല്ലോ, അവൾ ഉറങ്ങാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇവൻ ഉദ്ദേശിച്ചു. ഇയാൾ വരുന്ന സമയം ഏകദേശം ഒരു 1-1.5 മണിക്കൊക്കെയാണ്. ഇവൻ എന്താ വെച്ചാൽ ഇവൾ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം, ഇവളുടെ സ്വയംഭോഗം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവൾ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇവൻ ചെന്ന് പതുക്കെ വാതിൽ തുറന്ന് വാതിലടച്ച് ഇവളുടെ റൂമിലേക്ക് ചെന്ന് ഇവളതുപോലെ തന്നെ ഇയാൾ ചെയ്യുന്ന പോലെ തന്നെ ഇവളുടെ ഡ്രസ്സൊക്കെ ഊരി അതുപോലെ തന്നെ കാല് കവിച്ച് വെച്ചു. ഇവൻ കിടന്ന് പരിപാടി ചെയ്ത് കൊടുത്തു. പരിപാടി ചെയ്ത് കഴിഞ്ഞിട്ട് ഇവൾ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഇവൻ ഇതൊക്കെ ഊരി കൊണ്ടുവരനോട് കൂടിയിട്ട് ഇവൾ വിളിക്കുക, ഡാ നീ നടന്ന് നിന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ ഏറ്റിരിക്കുക. ഇവനാകെ ഞെട്ടിപ്പോയി. നീ എന്താ വിചാരിച്ചേ? നീ വിചാരിച്ചു നീ എന്നെ പരിപാടി ചെയ്താൽ ഞാൻ അറിയില്ല എന്നുള്ളത്. ഭർത്താവാണ് ചെയ്യണമെന്ന് വിചാരിച്ച് നിനക്ക് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു അല്ലേ നീ? ഡാ മോനെ, എൻ്റെ ഭർത്താവിൻ്റെ ലിംഗം എത്ര നീളമുണ്ട്, എവിടെ അത് വരെ എത്തും, അതുപോലെ തന്നെ എത്ര നേരം ചെയ്യും, അദ്ദേഹം തൊടണ സമയങ്ങൾ, തൊടണ സ്ഥലങ്ങൾ എല്ലാം എനിക്കറിയാം. അതിൽ നിന്ന് നിൻ്റെ ഒരു ലിംഗം കയറിയാലോ നിൻ്റെ തൊടലിലേക്കോ നിൻ്റെ സ്പർശനങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഭർത്താവാണ് പരിപാടി ചെയ്തെന്ന് അറിഞ്ഞിട്ട് നീ അങ്ങോട്ട് മിടുക്കാനായി പോവല്ലേ. പിന്നെ നീ ഇവിടെ പലയൊരു ഓട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഞാൻ പണ്ടേ കണ്ടുപിടിച്ചതാണ്. വന്ന ഉടനെ തന്നെ കണ്ടുപിടിച്ചതാണ്. ഞാനത് അടയ്ക്കാണ്ടിരുന്നത് എന്താണ്? നീ കണ്ടോട്ടെ, നീ കാണാൻ പറ്റാത്ത ഒന്നും ഞാനിവിടെ ചെയ്യുന്നില്ല, നീ ഇവിടെ വന്നിരിക്കുക. അപ്പോൾ പറഞ്ഞു അയ്യോ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നീ ഇവിടെ വന്നിരിക്കുകയെന്ന് പറഞ്ഞു. അയ്യോ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് വരേണ്ട സമയമായി, ഞാനിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടി ബുദ്ധിമുട്ടാണ്. അതൊക്കെ ശരിയാ, അയാളൊരു ഗുണ്ടയാണ്, ചിലപ്പോൾ നമ്മൾ രണ്ടാളും കണ്ടു കഴിഞ്ഞാൽ 2 പേരും കൊന്നുകളയും. ആ കാര്യമൊക്കെ ശരിയാണ്. എന്നാലും നീ ഇവിടെ വന്നിരിക്കുക, വരേണ്ട സമയമായിട്ടില്ല, നീ ഇവിടെ വന്നിരിക്കുക, നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ട് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നിരുന്ന വഴിക്കേണ്ടി ഭർത്താവ് വാതിൽ തുറക്കുന്ന ശബ്ദം കേൾക്കണം. ഇവനോട് പറഞ്ഞു അയ്യോ, പുള്ളി പറഞ്ഞു അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യാം? ഇവൻ പറഞ്ഞു ഞാൻ കട്ടിലടിയിൽ നിന്നോളാന്ന് പറഞ്ഞു. ഞാൻ കട്ടിലടിയിൽ നിന്നോ. അപ്പോൾ ഇവിടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറങ്ങിയ പോലെ കിടക്കുകയും ചെയ്തു. അയാൾ വന്ന് ഇതുപോലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിച്ച് വന്ന് ഇതുപോലെ തന്നെ ഇവിടെ കാലുകയറ്റി വെച്ച് അയാൾ പരിപാടി ചെയ്ത് അയാൾ അപ്പുറത്ത് കിടന്ന് കൂർക്കം വെച്ച് കിടന്ന് ഉറങ്ങി. ഉറക്കം കഴിഞ്ഞൊരു ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ ഇവനെ കട്ടിലടിയിൽ നിന്ന് ഇറക്കിയിട്ട് പറഞ്ഞു പൊക്കോ എന്തായാലും ജീവൻ രക്ഷപ്പെട്ടു, ഇനി ഇങ്ങനെയുള്ള നേരത്തെ നിന്ന് കയറി വരരുതിട്ടാന്ന് പറഞ്ഞ് അവനെ പറഞ്ഞയച്ചു. ഇവൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളായിട്ടുള്ള ബന്ധപ്പെടൽ ഇവന് ഭയങ്കര സുഖമായി. അപ്പോൾ ഇവൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് വന്നിട്ട് ബന്ധപ്പെടാനായിട്ട് ഇവളോട് ചോദിക്കുക. അപ്പോൾ ഇവളിപ്പോൾ സമ്മതിക്കാറില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സമയം കിട്ടുമ്പോൾ മതി, ഇപ്പോൾ പറ്റില്ല, വേറെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഇവനെ ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ ഇവന് പിന്നെ ഈ ഒരു ബന്ധം എന്തായാലും അവൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കാം, എൻ്റെ കൂടെ വരണം, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ഗുണ്ടയുടെ കൂടെ ജീവിക്കേണ്ട ആളല്ല, നിങ്ങൾ നല്ലൊരു സ്ത്രീയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇവളെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവൾക്ക് അങ്ങനെയാണ്ട് വേണ്ടാന്ന് വയ്ക്കാൻ പറ്റില്ല. പിന്നെ അങ്ങോട്ട് കല്യാണം കഴിഞ്ഞ് ഇവൻ്റെ കൂടെ പോകാനും അവൾക്ക് താല്പര്യം. അപ്പോൾ ഇവൾ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ കല്യാണം കഴിച്ച് എവിടെ പോയാലും ഇയാൾ വന്ന് നമ്മളെ തട്ടിക്കളയും. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും നിൽക്കണ്ട, അയാളെ കണ്ണ് വെട്ടിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇതുപോലെ ചെയ്യാം, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഇവനൊരു കാമുകീനായിരുന്നു, ആ കാമുകീനെ വരെ അവൻ പാക്കപ്പാക്കി വേണ്ടാന്ന് പറഞ്ഞ് തള്ളി കളഞ്ഞു വന്നു. അപ്പോൾ അതിനിപ്പം മുമ്പ് പരിപാടി ചെയ്തുള്ളത് അതിനെ വരെ വേണ്ടാന്ന് വെച്ച് കളഞ്ഞുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു ദിവസം എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഇവനെ കാണാനായിട്ട് ഇവൻ്റെ കാമുകി ഇവൻ്റെ ഫ്ലാറ്റിൽ വരണം. അപ്പോൾ അവൻ റൂമിലുണ്ട്. അപ്പോൾ ഇവൻ ഫ്ലാറ്റിൽ കയറി പോണതും ഇവൾ കണ്ടു. ഇത് കണ്ടപ്പോൾ ഇവൾക്ക് ഇവളെന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഓട്ടോയെ കൂടെ പോയി നോക്കി ഇവർ തമ്മിൽ എന്താ ചെയ്യണമെന്ന് അറിയാനായിട്ട്. അപ്പോൾ കാമുകി വന്നിട്ട് ഇവനോട് പറഞ്ഞു, നീ പല പ്രാവശ്യം നീ എൻ്റെ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക,
ഇന്ന് നിന്നെ എന്തായാലും വിടില്ല, നമുക്ക് പരിപാടി ചെയ്യുന്ന പോലെ കെട്ടിപ്പിടിക്കുന്നു, കിസിന് വേണ്ടി പിടിച്ച് വലിക്കുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് കുറപാട് മാറ്റി നിർത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ ആ സമയത്ത് ഇവിടെ പരിപാടി മറ്റേ ഗുണ്ടയുടെ ഭാര്യ പരിപാടിക്ക് തരാത്തൊരു സമയമാണെന്ന്. അങ്ങനെ ഇവർ തമ്മിൽ ബന്ധപ്പെടുക. അതൊക്കെ ഗുണ്ടയുടെ ഭാര്യ അവിടെ ഓട്ടോ കൂടെ നോക്കി കണ്ടു. അത് കഴിഞ്ഞിട്ട് അവൾ കാമുകി ഇറങ്ങി പോവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഗുണ്ടയുടെ ഭാര്യ വന്നു എന്നോട് ചോദിച്ചു, നീ എന്ത് ചതിയാണ് ചെയ്തത്? നീ എന്നെ പറഞ്ഞത് മുഴുവൻ നുണയനല്ലേ? അവൾ വന്നു നിന്നെ തൊട്ടോട് കൂടിയിട്ട് നീ അവളെ കൂടെ പരിപാടി ചെയ്തു. നീ ഇനി എന്നെ കാണാൻ വരണ്ട, നമ്മളായിട്ടുള്ള ബന്ധം ഇവിടെ വെച്ച് അവസാനിച്ചു, നീ ഇനി എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ വളരെ ഷൗട്ട് ചെയ്ത് ദേഷ്യപ്പെട്ടിട്ട് അവിടെ പോയി. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ഭ്രാന്ത് പോലെയായി. ഇതിൻ്റെ ഇടയിൽ എന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഈ ഗുണ്ടേനെ പോലീസ് സ്കെച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, പല കേസുകളിലും പ്രതിയാണ്. അപ്പോൾ പോലീസുകാർ ഇയാളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻകൗണ്ടർ ചെയ്ത് കൊല്ലാനായിട്ടുള്ള ഓർഡറായി. അങ്ങനെ ഒരു ദിവസം പോലീസ് ഇയാൾ ഓടിച്ച് എൻകൗണ്ടർ ചെയ്ത പല പ്രാവശ്യം വെടിവെച്ചു. ഇയാളേലും തോക്കുണ്ട്, ഇയാൾ തിരിച്ചും വെടിവെച്ചു. പക്ഷേ ഇയാൾ ഒരു വിധത്തിൽ കാലുമ്പിലും കൈമ്പിലൊക്കെ വെടി കിട്ടിയിട്ട് ഇയാൾ ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് ഇവളെടുത്ത് ഓടി വരിക. ഓടി വന്നിട്ട് ഇവളെയും കൊണ്ട് ഈ സ്ഥലത്ത് നിന്ന് സ്ഥലം വിടാൻ വേണ്ടിയിട്ടാണ് ഓടി വരുന്നത്. അപ്പോൾ ഇവിടെ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഇയാൾ ഈ സമയത്ത് ഓടി വരുമെന്നും വിചാരിച്ചില്ല. ഇവൻ്റെ നിർബന്ധം കാരണം അവർ തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇയാൾ കയറി വരുന്നത്. ഇയാൾ കയറി വന്നാൽ പോലീസുകാരെ വെടി കിട്ടിയതിൻ്റെ ദേഷ്യം, ഈ ദേഷ്യം കൂടി എല്ലാം കൂടിയായിട്ട് വന്നു നോക്കിയോട് കൂടിയിട്ട് ഭാര്യ ചതിക്കുന്നത് അയാൾ കണ്ടത്. അപ്പോൾ ഈ പയ്യനെയും കണ്ടു. ഇയാൾ കണ്ട് ദേഷ്യം വന്നിട്ട് ഇയാൾ ചോദിക്കുക, ഭാര്യയോട് ചോദിച്ചു, നിന്നെ ഞാൻ എത്ര സ്നേഹിച്ചതാ, നീ അല്ലാണ്ട് എനിക്ക് ലോകം ഉണ്ടായിരുന്നില്ല, ഞാനൊന്ന് എന്നെ നോക്കിയപ്പോൾ നീ എന്നെ വഞ്ചിച്ചു അല്ലേ, ചതിച്ചു അല്ലേ, നീയും ഇവനും ജീവിച്ചിരിക്കാൻ അർഹരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ വെടിവെക്കുന്നത്. പക്ഷേ ഇയാൾ വെടിവെക്കുന്നത് ഇയാൾക്ക് എന്തോ സോഫ്റ്റ് കോർണറുണ്ട്. ഇയാൾ വെടിവെക്കുന്നത് അവളെ ദേഹത്ത് കൊള്ളാനുള്ള വെടിയല്ല, സൈഡിലേക്കാണ് വെടിവെക്കുന്നത്, അവൻ്റെയും സൈഡിലേക്കാണ് വെടിവെക്കുന്നത്. എന്നിട്ട് അവനോട് പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് ഒന്ന് പൊക്കോ, ഇനി ചിലപ്പോൾ എൻ്റെ സ്വഭാവം മാറുന്നതിന് മുമ്പ് നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പയ്യൻ വേഗം ഷഡ്ഡിയുടെ മുകളിൽ കിടന്ന് ഓടിപ്പോയി. ഇവളോട് പറഞ്ഞു, എല്ലാ സാധനവും എടുത്ത് നമുക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ട് ഇവളെയും എല്ലാ സാധനങ്ങളും എടുത്ത് രക്ഷപ്പെട്ട് പോവുക. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ രണ്ടുപേരും ഞാൻ കൊല്ലാണ്ടിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന് ഒരു വിഷമഘട്ടം വരുമ്പോൾ എനിക്ക് കാലുമ 2 വെടി കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ എത്ര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എനിക്കുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ എന്നെ ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെയുള്ള അബദ്ധത്തിൽ വന്ന് ചാടിയത്. അത് ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്. ഇനി നീ ഒരിക്കലും എന്നെ വിട്ടിട്ട് നീ ഒരു ഇതും ചെയ്യരുത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചാൽ നീ ഇങ്ങനെയുള്ള അബദ്ധത്തിൽ വന്ന് ചാടരുത്. ചാടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പോലീസിൻ്റെ വെടി കിട്ടാണ്ടാണ് ഞാനിവിടെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 2 പേരും ഞാൻ കൊല്ലും. മനുഷ്യൻ്റെ വേദനയ്ക്ക് എത്രത്തോളം വിഷമമുണ്ടെന്നുള്ളതും ഒരു വേദന കിട്ടിയാൽ ഞാൻ മനുഷ്യനെ എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതും ആ പോലീസിൻ്റെ വെടി എൻ്റെ 2 കാലുകളിലും കിട്ടിയപ്പോൾ ഞാൻ ആലോചിച്ചത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങൾ 2 പേരെ ഞാൻ കൊല്ലാണ്ടിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗുണ്ടിയും ഭാര്യനെയും കൊണ്ട് അടുത്തൊരു ഫ്ലാറ്റിലേക്കോ ഒരു വീട്ടിലേക്കോ വാടകയ്ക്ക് താമസിക്കാനുള്ള യാത്ര തുടർന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.